നമസ്കാരം. ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പാഞ്ചജന്യം ഭാരതം എന്ന ഗ്ലോബൽ തലത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ കലാ സാംസ്കാരിക സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആദരണീയ വിനോദ് കല്ലേജിയാണ്. സ്വാഗതം വിനോദ് കല്ലേജി. നമസ്തേ. വിനോദ്ജി, കർക്കിടക മാസം വരികയാണ്. എന്താണ് രാമായണത്തിന് ഈ കാലഘട്ടത്തിൽ യുവ തലമുറയിൽ സ്വാധീനിക്കാനുള്ളത്? അല്ലെങ്കിൽ രാമായണം പ്രായോഗികമായിട്ട് പ്രാക്ടിക്കൽ രാമായണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ? ഈ ഒരു ചോദ്യത്തിന് യഥാർത്ഥ ഉത്തരം ഈ രാമായണം അതിന്റെ യുദ്ധ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഉള്ളൊരു സാഹചര്യമാണ്. ഇപ്പൊ നമ്മളെടുത്ത് കാണാൻ പറ്റും, ഒത്തിരി ആൾക്കാർ ജോലി കിട്ടുന്നില്ല, ആത്മഹത്യ ചെയ്യുന്നു. ജോലി കിട്ടി ശമ്പളം ഇല്ല, ആത്മഹത്യ ചെയ്യുന്നു. ജോലിക്ക് വേണ്ടി ശ്രമം നടത്തി പരാജയപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്നു. ഇപ്പൊ ഇങ്ങനെ വലിയൊരു വാർത്ത വരുമ്പം ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ഒന്നുമില്ലാതെ കാവി വസ്ത്രമൊക്കെ ധരിച്ച് കാട്ടിലായിരിക്കുമ്പോഴാണ് ഈ യുദ്ധത്തിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ശക്തമായ രാവണനോട് യുദ്ധം ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആലോചിക്കുമ്പം അതിനെക്കുറിച്ച് ഈ ശ്രീലങ്കയെക്കുറിച്ച് പോലും കൃത്യമായ വിവരങ്ങളില്ല, സൈന്യമില്ല, മറ്റ് യുദ്ധതന്ത്രങ്ങൾ അറിയാവുന്നവരില്ല. അപ്പൊ ഇതെല്ലാം ഒന്നുമില്ലാത്തിടത്ത് നിന്നു സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് പോലെ സാധ്യമാക്കിയിട്ടാണ് ആ യുദ്ധം ചെയ്യുന്നതും വിജയിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, ഈ മൃഗങ്ങളായിട്ടുള്ളവർ പോലും ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. നമ്മൾ അവരെയൊക്കെ ഈശ്വരമായി കാണുന്നത് ഒരാളുടെ പ്രവൃത്തിയാണ് ഈശ്വരീയമാകുന്നത്. ഇപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ മനുഷ്യരെ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങൾ പലപ്പോഴും മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. പ്രവൃത്തി നോക്കുമ്പോഴാണ് അവരെ ഈശ്വരനാകുന്നത്. ഇല്ലേ, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ നമുക്ക് ഈശ്വരനാകാം, നമുക്ക് സ്വയം ഈശ്വരനാകാം, എന്നിട്ട് മറ്റുള്ളവരെ ഈശ്വരനാക്കാം. പലരും അതിൻ്റെ ആ ഒരു വ്യാപ്തിയെക്കുറിച്ച് അധികം ചിന്തിക്കുന്നും ചർച്ച ചെയ്യുന്നും ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇന്നത്തെ ദിവസത്തിന് വിവേകാനന്ദനെ കുറിച്ച് പറയാനൊരു പ്രത്യേകതയുണ്ട്. അപ്പൊ യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത്, ഇതിനെ നിങ്ങളൊരു ആത്മീയവും ഭൗതികമായ അർത്ഥത്തിൽ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരാളുമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് യുവതലമുറ വിധേയമാക്കിയാൽ നിങ്ങളുടെ പല ആശങ്കകൾക്കും ഉത്കണ്ഠകൾക്കും പല ഭീതികൾക്കും കൃത്യമായ ഒരു പരിഹാരമാണ് രാമായണത്തിന്റെ യുദ്ധഖണ്ഡത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഈ ശ്രീരാമ ഭഗവാന് വടക്കേ ഇന്ത്യയിൽ മാത്രമാണോ പ്രാധാന്യം എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾ ഈ സാങ്കേതികമായിട്ട് പറയുമ്പോഴാണ് ലക്ഷ്മിജി വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ, അല്ലാത്ത ഇന്ത്യ പറയുന്നത്. അങ്ങനെ ഒരു ഇന്ത്യ ഇല്ല. ഭാരതത്തിൽ അങ്ങനെ സംഗതിയില്ല. അപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് ലക്ഷ്മി എന്ന് വിളിക്കുന്നു, എന്നെ വിനോദ് എന്ന് വിളിക്കുന്നു. ഇത് നമ്മൾ ഒരു തിരിച്ചറിവിന് വേണ്ടി പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പറയത്തില്ലേ, എ എന്ന ആളും ബി എന്ന ആളും എന്ന് പറയുന്നത് പോലെ. അപ്പൊ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഈ ഒരു സാങ്കേതിക അർത്ഥത്തിലാണ് അങ്ങനെ ഒരു സംഗതി ഇല്ലെന്നുള്ളതാണ് എൻ്റെ. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ, അല്ലേ, കിഴക്ക് സൂര്യൻ അസ്തമിക്കുന്നു, അല്ല കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കുന്ന അസ്തമിക്കുന്നു ഇല്ലല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെ കാണാൻ പ്രേരിപ്പിക്കുന്നത് ഈ കാര്യങ്ങളെ പാർട്ടീഷൻ ചെയ്ത് വിഭജിച്ച് ചെറുതാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ബുദ്ധിപരമായ പ്രയോഗമാണ്. അങ്ങനെ പ്രയോഗം ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വരും ഭാരതത്തിലെമ്പാടും ഇപ്പം നമ്മൾ വായിക്കൂടാണല്ലോ ആഹാരം കഴിക്കുന്നത്. പക്ഷെ എൻ്റെ വലത് കൈയിലെ തള്ളവിരൽ വരെ വളരുന്നുണ്ട്, അതിൻ്റെ നഖം വരെ വളരുന്നുണ്ട്. ഞാൻ കഴിക്കുന്ന ആഹാരം ഇതിലാണ്. അപ്പം നമ്മൾ വായിക്കൂടെ കഴിക്കുന്ന ആഹാരം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അങ്ങനെ എത്തപ്പെടുന്നു. അതിന് പ്രോസസ് ഉണ്ട്. അപ്പൊ അതെന്റെ കണ്ണിന്റെ ഒരു ഫങ്ഷൻ അല്ല നഖത്തിന്റെ. എന്ന് പറഞ്ഞതുപോലെ ഓരോ പ്രദേശത്തെയും ഉൾക്കൊള്ളുന്ന വ്യക്തികൾക്ക് ചില ധർമ്മങ്ങളുണ്ട്. ആ ധർമ്മത്തെ തിരിച്ചറിയുമ്പോൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്താണ് ഭാരതത്തിന്റെ രക്ഷയുടെ ഏറ്റവും ശക്തിയായി വളർന്നു വന്ന ശങ്കരാചാര്യ സ്വാമികൾക്ക് ജന്മം കൊടുത്തത്.
നമ്മൾ ഈ പറയുന്ന പല സങ്കീർണമായ പ്രശ്നങ്ങൾക്കും പരിഹാരത്തിന്റെ ആചാര്യനായിട്ട് വളർന്നു വന്ന ശ്രീനാരായണ ഗുരുവിന് ജന്മം കൊടുത്തത്. ഈ സ്ഥലത്താണ് ലോകത്തെ തന്നെ ഏറ്റവും ധനം ക്ഷേത്രത്തിൽ സൂക്ഷിക്കപ്പെട്ട നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം ഉണ്ടായത്. അപ്പൊ അതിന്റെ നിർമ്മിതി എങ്ങനെയാണ്? അപ്പൊ ഈ പറയുന്നതൊക്കെ എല്ലായിടത്തും സാധ്യമാണ്. അപ്പൊ നമ്മൾ ഈ ദിക്കിന്റെ അടിസ്ഥാനത്തിലൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു കാര്യത്തിൽ കാണണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ശങ്കരാചാര്യ സ്വാമികളൊക്കെ ജീവിക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ആലോചിച്ച് നോക്കും. അത് കിട്ടിയ ആൾക്കാരുടെ എണ്ണത്തെ കുറിച്ച് ആലോചിച്ച് നോക്കും. സ്വാമികൾ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ഒരാളിൻ്റെലേക്ക് ഈ പുസ്തകം കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു മഹാഭൂരിപക്ഷം ആൾക്കാരും മടക്കി വെക്കത്തേ ഉള്ളൂ. അപ്പം നമ്മളീ പറയുന്ന ഭഗവാൻ കൃഷ്ണനും കൈലാസവും ഈ അയോധ്യയൊക്കെ വേറെ സ്ഥലത്താണെങ്കിലും ഈ വിദ്യാഭ്യാസമോ ഈ ടെലിവിഷനോ പത്രങ്ങളോ ഇല്ലാത്ത കാലഘട്ടത്തിൽ എങ്ങനെ ശങ്കരാചാര്യ സ്വാമികളെ പോലെ കേരളത്തിന്റെ ചെറിയൊരു പ്രദേശത്ത് ജനിച്ച ആളിന് ഭാരതത്തിന്റെ ശരിയായ ദർശനത്തെ കുറിച്ചുള്ള ജ്ഞാനം ലഭിച്ചു എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മളിപ്പോ ഡൽഹിയിലെ കാര്യം അറിയണമെങ്കിൽ TV ഓൺ ചെയ്ത് അറിയാം, അല്ല ആരെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അറിയാം. പക്ഷെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സ്വപ്നം കാണാത്ത ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കാശ്മീർ അവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റുന്നത്? ഇപ്പൊ നമുക്കാണെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാം, ഇന്നിടത്തേക്ക് വരാമെന്ന് പറഞ്ഞ്. ഇതൊന്നും അറിയാത്ത, വഴികളില്ലാത്ത, ദിക്കറിയാത്ത ഒരു കാലഘട്ടത്തിൽ സാധാരണ മനുഷ്യൻ എങ്ങനെ അവിടെ എത്താൻ പറ്റും? നമ്മൾ ശങ്കരായ സ്വാമിയെ സാധാരണ മനുഷ്യനായിട്ട് ഗണിച്ചുകൊണ്ട് എടുത്തു നോക്കും, എങ്ങനെ എത്താൻ പറ്റി? അതേപോലെ തന്നെ ഇന്നത്തെ ഫ്ലൈറ്റും സംവിധാനമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് ഭാരതത്തിലെ ഒരു സന്യാസിക്ക്, അതും വലിയ താടിയും ജടയൊന്നും ഇല്ലാത്ത സാധാരണ മനുഷ്യനെ പോലും ജനിച്ച് ജീവിച്ച ഒരു സന്യാസിക്ക് യുക്തിവാദം കൊണ്ട് തൻ്റെ ഗുരുവിനോട് നിരവധി പ്രാവശ്യം തർക്കങ്ങളിൽ ഏർപ്പെട്ട ഒരു സന്യാസി, അദ്ദേഹത്തിന് കിട്ടിയ 3 മിനിറ്റ്, അദ്ദേഹത്തിന് കിട്ടിയ 5 മിനിറ്റ്, അദ്ദേഹത്തിന് കിട്ടിയ 15 മിനിറ്റ്, അത് പിന്നെ ദിവസങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടു. അങ്ങനെ ലോകത്ത് നടന്ന സർവമത സമ്മേളനത്തിലൂടെ ഭാരതത്തിന്റെ ദർശനത്തെ കൃത്യമായിട്ട് എങ്ങനെ ഭാരതത്തിന് പുറത്ത് വിവേകാനന്ദ സ്വാമികൾക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ദിക്കുകൾക്കും പ്രദേശങ്ങൾക്കും അപ്പുറത്ത് ഈശ്വരീയമായ ഒരു പ്രഭാവലയത്തിലാണ് ഭാരതീയർ ഒന്നൊഴിയാതെ ഇരിക്കുന്നെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഉദാഹരണം പറയാം. ഇപ്പൊ എനിക്കൊരു 45 വയസ്സ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് വേണേൽ പിടിവാശി വിളിക്കാം, ഇനി 10 വർഷം കഴിഞ്ഞും 45 വയസ്സ് തന്നെ ആകത്തുള്ളൂ. എനിക്ക് പിടിവാശി വിളിക്കാം, പലരോടും സംസാരിക്കാം, കുറെ വ്യാഖ്യാനങ്ങളും കുറെ സംസാരവും തർക്കത്തിലൊക്കെ ഏർപ്പെടാം. പക്ഷേ പ്രകൃതിയുടെ നിയമം അല്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഈ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാവും. അതാണ് പ്രകൃതിയുടെ നിയമം. അത് എൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് വരുന്നതല്ല. അപ്പൊ ആ നിയമത്തെ മനസ്സിലാക്കുന്നതാണ് എൻ്റെ മഹത്വം. അപ്പൊ ഭാരതത്തിന് മഹത്വം ഉണ്ടായിരുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഹരിഹരൻ സാറ്, നമ്മുടെ പാഞ്ചജന്യത്തിന്റെ അഡ്വൈസറി ബോർഡ് അംഗവും ഈ രാമായണത്തിന്റെ സംഘാടക സമിതിയുടെ ദേശീയ നേതൃത്വത്തിലുള്ള T. ഹരിഹരൻ, അദ്ദേഹത്തിന്റെ ഒരു സിനിമയുണ്ട് പഴശ്ശിരാജ. നമ്മൾ മലയാളികളെല്ലാം കണ്ടതായിരിക്കും. അതിനകത്തൊരു ഗാനമുണ്ട്. ആ ഗാനം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. അതിന്റെ അർത്ഥം എന്തുവാ? ലോകത്തിന്റെ അറിവ് ആരംഭിച്ചത് ഇവിടെ. എവിടെ? ഈ ഭാരതത്തിൽ. അപ്പം നമ്മള് സൂര്യനെ കുറിച്ച് കൃത്യമായി പറയുന്ന പുണ്യ ഇതിഹാസം ഭാരതത്തിന്റെ ദർശനങ്ങളാണ്. അപ്പൊ അത് വെച്ച് നമ്മളൊന്ന് കണക്ക് കൂട്ടി കണക്ട് ചെയ്ത് നോക്കി. കാശ്മീരിലാണോ സൂര്യൻ ഉദിക്കുന്നത്? കന്യാകുമാരിയിലാണോ അസ്തമിക്കുന്നത്? നമുക്ക് തോന്നാം. അപ്പം ഭാരതത്തിന്റെ ശക്തി എന്തുവാ?
അപ്പൊ അത്ര ബൃഹത്തായ ഒരു വൈജ്ഞാനിക ധാര ഭാരതത്തിന്റെ എല്ലാ സ്ഥലങ്ങളെയും ബന്ധിപ്പിച്ച് നിർത്തും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആൾക്കാർ യൂറോപ്പൊക്കെ ശാസ്ത്രീയപരമായി നമ്മൾ മോഡേൺ ടെക്നോളജിയിലൊക്കെ ഒത്തിരി മുന്നോട്ട് പോയ സ്ഥലമാണ് യൂറോപ്പ്. നമ്മൾ ഈ മോഡേൺ ടെക്നോളജിയുടെ പുറകെ പോയില്ല ഭാരതം. അപ്പൊ നമ്മൾ പാരസെറ്റമോൾ കഴിച്ച് പല അസുഖത്തിന് വിധേയമാകുമ്പം ലക്ഷ്മിയെ പോലൊക്കെ ആൾക്കാർ അമ്മ പറഞ്ഞു തന്ന, മുത്തശ്ശി പറഞ്ഞു തന്ന, മുറ്റത്ത് നിൽക്കുന്ന ഒരു തുളസിയുടെ ഇല കിള്ളിയെടുത്തും ഒരു പഴുത്ത കുരുമുളക് ചതച്ചിട്ടും ഇച്ചിരി ശർക്കര പൊട്ടിച്ചിട്ടും ഇച്ചിരി വെള്ളമൊക്കെ തിളപ്പിച്ച് കാപ്പിപ്പൊടിയൊക്കെ ചേർത്ത് കുടിച്ചു കഴിയുമ്പം ശരീരമൊക്കെ ഒന്ന് വിയർത്ത് കഴിയുമ്പം രാവിലെ ഈ പനി മാറുന്ന കാണാം. നാച്ചുറലാത്, നാച്ചുറലായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മൾ ചില കെമിക്കൽ ഉപയോഗിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ, മനുഷ്യൻ കണ്ടെത്തിയ പല സാംക്രമിക രോഗങ്ങൾക്കും മനുഷ്യൻ അതിനെ ഇത് പരിഹാരം ഉണ്ടായി. പക്ഷെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമ്പോഴും വീണ്ടും 100 ആവർത്തി വരിക. നമ്മളില്ല കൊറോണ നമ്മൾ കണ്ടതല്ലേ. ഈ ടെക്നോളജി ഉള്ള രാജ്യത്തിനൊന്നും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ വ്യാപിക്കുകയോ ചെയ്ത സ്പ്രെഡായി. ഇതിലേറ്റവും കുറച്ച് ആൾക്കാർ മരിച്ചത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭാരതത്തിലാണ്. ഏറ്റവും കുറച്ച് ആൾക്കാർ മത്സരിച്ച് മരിച്ചത് ഈ രാജ്യത്താണ്. ഈ രാജ്യത്തെ ജനങ്ങൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് പലതും ചെയ്യാൻ തുടങ്ങിയപ്പം ഒത്തിരി ഉയർന്നു. ശാസ്ത്രരംഗത്ത് മനസ്സിലാക്കൽ ഉയർന്നു. കാര്യം അത് ഭാരതത്തിൽ ജനിച്ച ജനറ്റിക് കണ്ടന്റ് ഉള്ള ആൾക്കാരുടെ തലച്ചോറിന്റെ പ്രത്യേകതയാണ്. അത് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കാരണം ഈ ലോകത്ത് വിജ്ഞാനം ഉണ്ടായെന്ന് പറഞ്ഞാൽ വിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ മനുഷ്യനുണ്ടാകണമല്ലോ, അറിവുണ്ടാണെങ്കിൽ മനുഷ്യനുണ്ടാകണം. കാര്യം മനുഷ്യന്റെ തലച്ചോറിലാണ് ഇതെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മറ്റേ ഉണ്ടെന്നുള്ള കാര്യത്തെ നമ്മൾ ഒരു പ്രത്യേക വിജ്ഞാനത്തിന്റെ രീതിയിൽ രൂപപ്പെടുത്തുന്നതല്ല വിജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ആ സഞ്ചിത വിജ്ഞാനം രൂപപ്പെട്ട മനുഷ്യന്റെ തലച്ചോറില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ആദിമ മനുഷ്യർക്ക് ജന്മം കൊടുത്തത് ഇവിടെ നിന്നാണ്. ഇല്ല, ഇപ്പൊ നമ്മള് ജലത്തിന്റെ ശാസ്ത്രം പഠിക്കുന്നുണ്ടെന്ന് ലക്ഷ്മി ഞാനൊക്കെ എന്നാ പഠിച്ചേ? ഈ കാലഘട്ടത്തിൽ. അത് മനുഷ്യരൊക്കെ ജീവിച്ച ഇടക്കാലത്ത് നമ്മൾ കണ്ടെത്തിയ യാഥാർത്ഥ്യമോ. പക്ഷെ മനുഷ്യരുണ്ടായ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യരെങ്ങനെ ജീവിക്കണം എന്ന് അവൻ കണ്ടെത്തി. നമ്മുടെ ഋഷിമാരുടെ പാരമ്പര്യത്തിൽ വിധിക്കപ്പെട്ട വേദങ്ങൾ ഉപനിഷത്തുള്ള ജ്ഞാനം, അത് ആ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇന്നുള്ള സാങ്കേതിക വിദ്യയും മോഡേൺ ടെക്നോളജി ഒന്നുമില്ല. എഴുതാനുള്ള വിദ്യ പോലും ആധുനിക തലത്തിൽ കണ്ടെത്തിയിട്ടില്ല. എഴുതിയ സാധനം സൂക്ഷിച്ചു വെക്കാനുള്ള അപ്പുറം ആധുനിക അറിവുകളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇതെങ്ങനെ സൂക്ഷിക്കപ്പെട്ടു, എങ്ങനെ സംഭരിക്കപ്പെട്ടു, എങ്ങനെ ആർജിച്ചു, ഇത്തരം ചിന്തയിലേക്ക് വരുമ്പോഴാണ് ഭാരതത്തിന്റെ ദർശനത്തിന്റെ പ്രത്യേകതകൾ നമ്മൾ അറിയുന്നത്. എന്താണ് ഈശ്വരൻ എന്നറിയുന്നത്. അതുകൊണ്ടാണ് ധ്യാനത്തിന്റെ ശക്തി വരുന്നത്. ഇപ്പൊ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് ഈ ചോദ്യത്തിന് ഉത്തരം അവസാനിപ്പിക്കാം. ഈ ഡൽഹിയിലൊക്കെ ഇപ്പൊ 2 മാസമൊക്കെ കഴിഞ്ഞാൽ നല്ല തണുപ്പ് തുടങ്ങും. ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോൾ. അപ്പൊ നമുക്ക് ഇതേപോലെ ഷർട്ട് ഇട്ട് ഇരിക്കാൻ പറ്റത്തില്ല, ഭയങ്കര തണുപ്പാ. കോട്ടും ഒക്കെ ഇട്ട് ആൾക്കാർ പിന്നെ റൂമിനകത്ത് ഈ ചൂടുണ്ടാകുന്ന മെഷീനൊക്കെ വെച്ചാണ് ആൾക്കാർ കഴിയുന്നത്. സന്യാസിമാര് അല്പമായ വസ്ത്രം ധരിച്ചുകൊണ്ട് തപസ് ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞാൽ തണുപ്പൊക്കെ അടിച്ച് എനിക്ക് അസുഖമൊക്കെ ഒന്ന് മരിച്ചു പോകും. പക്ഷെ അവിടുത്തെ സന്യാസിമാർക്ക് എന്തുകൊണ്ട് ഈ തണുപ്പ് എഫക്ട് ചെയ്യുന്നില്ല? നമ്മൾ ചിന്തിച്ചൊരു സിമ്പിൾ ക്വസ്റ്റ്യനാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ആത്മീയതയുടെ ആഴം. അപ്പൊ നമ്മൾ ആത്മീയമായ ഒരാൾ ശക്തിപ്പെടുമ്പോൾ നമ്മളൊരു ഫോട്ടോ വെച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്ന, പൂക്കളിടുന്നു, അങ്ങനെയുള്ള പൂജ ചെയ്യുന്നു, അമ്പലത്തിൽ പോകുന്നു, ദർശിക്കുന്നു, അതൊക്കെ ആത്മീയതയുടെ ആഴത്തിൽ നമ്മൾ ചെന്നാൽ നമുക്ക് പറഞ്ഞാൽ തീരാത്ത, എഴുതിയാൽ തീരാത്ത, ഒരു ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വലിയ ജ്ഞാന പരമ്പരയാണ് ഭാരതം. അപ്പൊ നമുക്ക് ഇങ്ങനെ സാങ്കേതികമായിട്ട് ദിക്കുകൾ പറയാം. എന്തായാലും വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരമാണ് ശ്രീരാമ ഭഗവാന് വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല ഭാരതം മുഴുവനും സ്വാധീനമുണ്ട് എന്നുള്ളത് അങ്ങ് വ്യക്തമാക്കിയിട്ടുള്ളത്.